വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. പാലക്കുടിയിൽ CITU AITUC തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 11 AITUC തൊഴിലാളികൾക്ക് പരിക്ക്. സംഘർഷത്തിൽ CPM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ 14 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പാലക്കുടിയിൽ CITU AITUC തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 11 AITUC തൊഴിലാളികൾക്ക് പരിക്കേറ്റു. സംഭവത്തിൽ CPM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ 14 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. AITUC തൊഴിലാളികളായ കല്ലോലിക്കൽ ഷാജി മാത്യു, നിരപ്പേൽ NK ജിൻഡോ, പതിക്കൽ TP രാജേഷ്, കാലമ്പാടത്ത് സിജു ജോയി, ഇല്ലിക്കനിരപ്പേൽ PK മണിയൻ, ഇല്ലിക്കനിരപ്പേൽ EA ബിജു, കളരിയിൽ സിനോയ് മാത്യു, പോലിയൽ സാജു ജേക്കബ്, ഇല്ലിക്കനിരപ്പേൽ EA കുഞ്ഞ്, പാടത്തട്ടൽ അജിത് വർഗീസ്, കാരക്കുന്നൽ KK രാജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 8 സംഭവം. രാവിലെ ഓഫീസിലെത്തിയ സമയത്ത് CPMന്റെ നേതൃത്വത്തിൽ ഒരു സംഘം CITU തൊഴിലാളികൾ തങ്ങളെ ആക്രമിക്കുകയായിരുന്നെന്ന് AITUC ടിംബർ വർക്കേഴ്സ് യൂണിയൻ പാലക്കാട് പഞ്ചായത്ത് മേഖലാ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തൊഴിലാളികളായ ഞങ്ങൾ 11 പേര് യൂണിയൻ ഓഫീസിൽ പണിക്ക് പോകുന്നതിന് വേണ്ടി ഒപ്പിട്ട് നിൽക്കുന്ന സമയത്ത് CPMന്റെ ഓഫീസിൽ നിന്ന് CPM ലോക്കൽ സെക്രട്ടറി ജോഷീസ് കറിയയുടെ നേതൃത്വത്തിൽ 19 കൂട്ടം ആളുകൾ AITUC ഓഫീസിൻ്റെ അടുത്തേക്ക് വരികയും അവിടെ പണിക്ക് പോകാൻ നിന്ന ഞങ്ങൾ 11 പേരെ CITU യൂണിയൻ്റെ സെക്രട്ടറിയായിട്ടുള്ള ശോഭൻ ബാബു, സൗബിൻ സുകുമാരൻ, ജെയ്സൺ, മനു VK, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായ കിരൺ, കൂടാതെ കണ്ടാലറിയാവുന്ന കുറേ ആൾക്കാരുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം അതിക്രൂരമായ ഓഫീസിനകത്തും പുറത്തും വെച്ച് മർദ്ദിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് പണിയെടുക്കുന്നതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഓർഡർ ഉള്ളവരാണ്. എങ്കിലും അത് തെറ്റിച്ചുകൊണ്ട് CPMന്റെ ഗുണ്ടായിസമാണ് ഇന്ന് ചെയ്തത്. ഞങ്ങളെല്ലാം ഇപ്പോൾ ദേവമാത ആശുപത്രിയിൽ അഡ്മിറ്റുമാണ്. ആക്രമണത്തിൽ പരിക്കേറ്റവരെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തെ തുടർന്ന് AITUC തൊഴിലാളികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൂത്താട്ടുകുളം പോലീസ് CPM ലോക്കൽ സെക്രട്ടറി, CITU യൂണിയൻ സെക്രട്ടറി ഉൾപ്പെടെ 14 പേർക്കെതിരെ കേസെടുത്തത്. CPIM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ CITUവിൽ നിന്ന് രാജിവെച്ച് AITUCയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് പാലക്കുടിയിൽ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പാലക്കുടിയിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാറുകയിൽ സമാന രീതിയിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നലെ പാലക്കുടിയിലെ അക്രമ സംഭവം എന്നാണ് പോലീസ് പറയുന്നത്. അതിനിടെ പാലക്കുടിയിൽ സമാധാനപരമായ ജനജീവിതം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് CPM ലോക്കൽ സെക്രട്ടറി ജോഷീസ് കറിയയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.